കേരളത്തിലെ ദുരന്തപൂർണമായ ഒരവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച ബാറുകൾ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ അതിനേക്കാൾ വളരെ മനോഹരമായി ഈ കോടികൾ വിലയിടുന്ന കിടക്കകൾ ഉള്ള ആശുപത്രികളുടെ പുതിയ രൂപമാറ്റങ്ങളിലൂടെ മലയാളികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ, ഭീകരമായി കടക്കണിയിലാക്കാൻ, അതുപോലെ തന്നെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് ഭിക്ഷക്കാരാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ പണ്ട് കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ, അതുപോലെ സാമൂഹിക സാംസ്കാരിക സർവീസ് സംഘടനകളൊക്കെ രംഗത്തിറങ്ങുന്നതാണെങ്കിൽ, ഇന്ന് സുഖസൗകര്യങ്ങളുടെ തടവറയിൽ വന്നുപെട്ടിരിക്കുന്ന ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ, എന്ന് മാത്രമല്ല ഓരോരുത്തർക്ക് വരുമ്പോഴും ആരോഗ്യമുള്ളവർ വിചാരിക്കുക തങ്ങൾക്കിത് വന്നില്ലല്ലോ എന്നോർത്ത് ആശ്വസിച്ച് അത് അവൻ്റേതല്ലേ എന്ന് കരുതി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ അമേരിക്കയിലെ വൻകിട കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുടെ പട്ടിക ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലും വാർത്താമാധ്യമത്തിലും ലഭ്യമാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി, ആസ്റ്റർ മിംസ് കോഴിക്കോട്, ആസ്റ്റർ മിംസ് കണ്ണൂർ, ആസ്റ്റർ മിംസ് കോട്ടയ്ക്കൽ, ആസ്റ്റർ മദർ അരീക്കോട്, ആസ്റ്റർ PMF കൊല്ലം, കിംസ് തിരുവനന്തപുരം, കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ, കിംസ് കോട്ടയം, കിംസ് കൊല്ലം, ആസ്റ്റർ മിംസ് കാസർഗോഡ്, ഈ ആശുപത്രികളിലും KKR എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ബേബി മെമ്മോറിയൽ കോഴിക്കോട്, ബേബി മെമ്മോറിയൽ കണ്ണൂർ, ബേബി മെമ്മോറിയൽ പയ്യന്നൂർ, ബേബി മെമ്മോറിയൽ വടകര, ബേബി മെമ്മോറിയൽ തൊടുപുഴ, മൈത്ര ഹോസ്പിറ്റൽ കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെയും വളരെ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷെയർ വാങ്ങി അതെല്ലാം കൈക്കലാക്കി കഴിഞ്ഞു. ഇതേ കമ്പനികൾക്ക് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലും ധാരാളമായ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇനി ഇത്തരമൊരു ആശുപത്രിയിൽ നിങ്ങൾ ചികിത്സയ്ക്ക് പോകണമെങ്കിൽ, കാരണം അവിടെയാണ് ഏറ്റവും അത്യന്താധുനികമുള്ളത് എന്ന തരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ വിറ്റ് വഴിയാധാരമാകാനോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഭിക്ഷയാചിക്കാനോ ഉള്ള അവസ്ഥയിലേക്ക് വേണം അവിടേക്ക് എത്താൻ എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏതാണ്ട് 65% ആശുപത്രികളാണ് 500 കിടക്കകൾക്ക് മേളിലുള്ള ആശുപത്രികൾ പുതിയതായി ഉണ്ടായത്. എന്നാൽ കേരളത്തെ ഈ മാതൃകാപരമായ ഒരു സംഗതിയാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചത് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന അജി ഹോസ്പിറ്റൽ പോലെ ഒരു നസീർ ഹുസൈൻ ഡോക്ടറും മൻസൂർ ഡോക്ടറും ചേർന്ന് നടത്തുന്ന 10, 25, 30 ബെഡുള്ള അല്ലെങ്കിൽ 15 ബെഡുള്ള ഒരു ചെറിയ ആശുപത്രിയിൽ ഒരു ചെറിയ തുകയ്ക്ക് സാധാരണക്കാരായ മനുഷ്യർ ഒരു 70% അസുഖങ്ങൾക്കും ചികിത്സ തേടുമ്പോൾ വളരെ നിരുപദ്രവകരമെന്ന് തോന്നും വിധം, അതല്ലെങ്കിൽ ആരോഗ്യമേഖലയുടെ അമേരിക്കൻ മോഡലാണെന്ന് തോന്നും വിധം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലെന്ന് പറയുന്ന ഒരു ബില്ലിലൂടെ ഈ പറയുന്ന ചെറുകിട ആശുപത്രികൾക്കെല്ലാം പൂട്ടുവീഴുന്ന അവസ്ഥയിലേക്കെത്തി. എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സ ഇനി ഒരു സാധാരണ 1-2 ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ പറ്റില്ല. കാരണം അതിൻ്റെ കണ്ടീഷൻസ് അത്രയും അങ്ങോട്ട് വിപുലീകരിച്ചു. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക എന്താണെന്നറിയുമോ, നമ്മളെപ്പോലുള്ളവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതായത് കാർഡിയാക് അറസ്റ്റ് വന്നാൽ ഈ പറഞ്ഞതുപോലെ ആ ക്ലിനിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് വേണം, അതിൽ ഫുൾ ടൈം ഡ്രൈവർ വേണം, അത് സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഹോസ്പിറ്റലുകാർക്ക് താങ്ങാൻ കഴിയാത്ത സമാനമായ ഒരുപാട് സംഗതികളാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ പൂർണ്ണമായും കഴുത്ത് ഞെരിച്ചില്ലാതാക്കുകയും ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇത് വിറ്റെടുക്കാൻ അവസരമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിലൂടെ യഥാർത്ഥത്തിൽ ഒരു അവസരമുണ്ടാക്കുകയായിരുന്നു. ആ ഉണ്ടാക്കിയതിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. ഞാൻ എൻ്റെ സമീപകാലത്തൊരു കഥ പറയാം. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു, അദ്ദേഹം ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ ആദ്യം ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റൽ മാവേലിക്കരയുള്ളൊരു ഹോസ്പിറ്റലാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അർദ്ധബോധാവസ്ഥയോ അബോധാവസ്ഥയോ ആയതുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൽ എന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും ബന്ധവുമുള്ള ആളുകൾ നേരെ കൊണ്ടുപോയത് കൊച്ചിയിലെ ഒരു വൻകിട നക്ഷത്ര ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഏതാണ്ട് 40 ലക്ഷം രൂപ ചിലവാക്കിയതോടുകൂടി ആ മനുഷ്യൻ്റെ മുഴുവൻ സമ്പാദ്യവും തീർന്നു. ഈ 40 ലക്ഷം രൂപ മുടങ്ങാതെ അവിടെ ചെല്ലുന്നത് വരെ യാതൊരു പരാതിയും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറയുകയോ അല്ലെങ്കിൽ ആ രോഗിയുടെ പ്രോഗ്രസ് പറയുകയോ ഒന്നും ചെയ്യാതെ അത് മുന്നോട്ട് പോയി. ഒടുവിൽ ട്രക്കസ്റ്റോമി ചെയ്തിരിക്കുന്നത് കൊണ്ട് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ ബില്ലിൽ തടസ്സം വരികയും ബില്ല് കൃത്യമായി പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ കിട്ടാതെ വരികയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി
ഇത് ഊറിക്കൊള്ളുന്നത് കഴിഞ്ഞു, ഇനി അതിലില്ല, ഇനി ആ കിണറ്റിൽ കോരാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് ആ ട്രക്കസ്റ്റോമിയുടെ ട്യൂബ് ഊരി എളുപ്പമെല്ലാം ഡ്രസ്സ് ചെയ്തു. ഉടൻ തന്നെ വേറെ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് കെയർ പോലെയുള്ള ഒരു ക്ലിനിക്കൽ സംവിധാനത്തിലേക്ക് മാറ്റാൻ നമ്മളോട് പോലും അനുവാദം ചോദിക്കാതെ റെഫറൻസ് ലെറ്ററോ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവർക്ക് വേണ്ടത് ബില്ല് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഡെയിലി 15,000 രൂപയാണ് ഒരു ചികിത്സയും ആവശ്യമില്ലാത്ത അത്യാവശ്യം ഗുളികകളും ബെഡും മാത്രം കൊടുക്കുന്ന ഒരു രോഗി സഹിക്കേണ്ടി വന്നത്. അത് മുഴുവൻ തീർന്നു, അത് മുഴുവൻ അവസാനിച്ചു. ഇതൊരാളിൻ്റെ മാത്രം കഥയല്ല. ഇത് ഊറിക്കൊള്ളാനില്ലാത്തത് കൊണ്ട് അതില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇത് ചെയ്തത്. ഇത് വന്നുകൊണ്ടേയിരുന്നാൽ ഈ പറയുന്നത് പോലെ ഇത് മുടങ്ങാതെ വർഷങ്ങളോളമായാലും 4-5 കോടിയായാലും അവരൊരു സംഗതിയും പറയാതെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണുള്ളത്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റൊക്കെ കൊണ്ടുവന്നത് അത് ആരോഗ്യമേഖലയെ സംരക്ഷിക്കാനാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ ഭൗതിക സാഹചര്യം വല്ലാണ്ട് ഉയർന്നു എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. ആ ഭൗതിക സാഹചര്യങ്ങൾ ഉയർന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും 70% കേരളത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ്. ആ സ്വകാര്യ ആശുപത്രികളിൽ നാട്ടുംപുറത്തെ ജനകീയ ക്ലിനിക്കുകൾ ഒരു പ്രതിരോധം പോലെ ഇനിയുള്ള കാലത്ത് ഈ വർഗീയതയും വിദ്വേഷവും മുസ്ലിമിനെ കൊല്ലാൻ ഹിന്ദുവും, ഹിന്ദുവിനെ കൊല്ലാൻ മുസ്ലിമും, ഇവരെയെല്ലാം കൊല്ലാൻ ക്രിസ്ത്യാനിയെ കൊല്ലാൻ ബാക്കി എല്ലാവരും കൂടി ഓടിക്കുന്നതൊക്കെ ആടുരാമ ചാടുരാമ എന്ന് പറയുന്ന കുരങ്ങുകളി പോലെ മനുഷ്യനാകുന്ന ഭ്രാന്തനെ അധികാരത്തിന് വേണ്ടി ദുരമൂത്ത കുറേ മനുഷ്യർ നടത്തുന്ന നാടകവും ആസൂത്രിതമായ ശ്രമവും മാത്രമാണ്. ഇത്തരം സംഗതികൾ കൊണ്ടാണ് നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സംവിധാനമോ ചികിത്സിക്കാനുണ്ടെങ്കിൽ ഒരു 80% അസുഖങ്ങളും അവിടെ ചികിത്സിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് ആ ക്ലിനിക്കൽ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കിയാണ് ഇതിലേക്ക് പോകുന്നത്. ഇതിനെതിരെയൊക്കെയാണ് ജനസമൂഹം സംഘടിച്ച് രംഗത്തിറങ്ങേണ്ടി വരുന്നത്. ഇതിനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുക്കേണ്ടത്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന സർക്കാരുകളാണ് ഈ ആക്റ്റും ബില്ലുമൊക്കെ നടപ്പിലാക്കി കൊടുക്കുന്നത് എന്ന് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഓഹരികൾ അവരിലേക്കും എത്തിപ്പെടുന്നു. ബാക്കിയെല്ലാം പുറംപൂച്ചിന് വേണ്ടി പറയുന്ന ന്യായങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ അടച്ചുപൂട്ടിയ അത്തരം ചെറിയ ക്ലിനിക്കുകളുടെ എണ്ണം 100ഉം 200ഉം 500ഉം ഒന്നുമല്ല, ഏതാണ്ട് 2500ഓളം വരുമെന്നാണ് IMAയുടെ കണക്കുകൾ. 2500 ചെറുകിട ക്ലിനിക്കുകളാണ് അടച്ചുപൂട്ടിക്കൊടുത്ത് ഈ വൻകിട ഭീമന്മാരെ സഹായിക്കുന്നതിനുള്ള കളമൊരുക്കിയത് എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഒരു രോഗമില്ലാതെ ഒരാൾ കഴിയുന്നെങ്കിൽ കുറഞ്ഞത് അയാളുടെ ലാഭം 10 ലക്ഷം രൂപയായി മനുഷ്യരെണ്ണിക്കൊള്ളണം. അതുകൊണ്ട് ഈ സംഭവത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയുണ്ടാവണം, ഒരാലോചന ഉണ്ടാകണം. ഈ സാമൂഹ്യ മാധ്യമ യൂട്യൂബർമാരെല്ലാം ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യണം. ഇത് ജനങ്ങളിലേക്കെത്തണം. ഇതൊരു ഗൗരവമായ വിഷയമാണ്. നിങ്ങൾ ഓരോ സ്ഥലത്തും അന്വേഷിച്ചാൽ, ഇപ്പം ഞാനിങ്ങനെ കൈ നിവർത്തി എൻ്റെ ചുറ്റുപാടുകളിൽ തിരക്കിയാൽ ഒരു കൈപ്പാടകലെ ഇതുപോലെ സംഭവിച്ച് കിടപ്പാടം നഷ്ടപ്പെട്ട കുറഞ്ഞത് 10 പേരെയെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. 10 പേരെയെങ്കിലും. അതുകൊണ്ട് ഈ സംഗതിയെ നമ്മൾ കാണണം. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ 50 ബെഡുകൾ വരെ ഉള്ളതിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു 15 ബെഡ് വരെ ഉള്ളതിനെങ്കിലും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആക്റ്റിലെ വളരെ മാരകമായ കണ്ടീഷനിൽ നിന്ന് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത കണ്ടീഷനിൽ നിന്ന് അങ്ങനെ ഒരു പണിയുണ്ട്. നമ്മൾ പറയുമല്ലോ, ചിലരെ നമ്മളിലെ പൂട്ടിയിട്ട് നശിപ്പിക്കുമല്ലോ. ഈ സർക്കാർ സർവീസിലൊക്കെ ഉണ്ടല്ലോ, ചിലവനെ എടുത്ത് ഒരു പണിയുമില്ലാതെ അവൻ മാനസിക രോഗിയായി മരിക്കുന്ന സീറ്റിൽ കൊണ്ടിരുത്തുന്നത് പോലെ പറയുമ്പോൾ ഇത് രോഗിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രോഗിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു കുന്തവും ഇല്ല. ഇതൊരൊറ്റ ചെറിയ ക്ലിനിക്കുകൾ നടക്കരുത് എന്നുള്ളതാണ്. ഈവൻ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് പോലും നിരോധിക്കുന്നതിൽ ഇത്തരം ലോബികൾക്ക് പങ്കുണ്ടെന്ന് പോലും സംശയിക്കുന്നുണ്ട്. കാരണം അവർ കാശ് വാങ്ങുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 200-300 രൂപയ്ക്കകത്ത് പണി നടക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ 1000 രൂപയിൽ പണി തീരുക. ഇതങ്ങോട്ട് പോയി കിടന്നാൽ, ഒരു ദിവസം കിടന്നാൽ പോലും 15,000-20,000 രൂപയില്ലാതെ അല്ലെങ്കിൽ 50,000 രൂപയില്ലാതെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഏത് ജാതിയോ മതമോ ആവട്ടെ, ഞാൻ ഹമാസിയോ സുഡാപ്പിയോ സംഘിയോ സിംഗിയോ എന്തുമാകട്ടെ, ഇത് മുഴുവൻ ആളുകളെയും നമ്മൾ അറിയേണ്ടത്. നമ്മുടെ വാപ്പയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോ നമ്മുടെ മക്കളോ നമ്മൾ കിടന്ന് പൊളയുമ്പോൾ നമ്മളെ ഈ സംഘിയും സുഡാപ്പിയും ഹമാസിയും ഒന്നും പറഞ്ഞ് പിന്നെ എരിവ് കയറ്റുന്ന ഒരുത്തനും ഉണ്ടാവില്ല. അവിടെ ഒന്നും ബില്ലടയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇവനെല്ലാം ഇതിൻ്റെ വീതം പറ്റുന്നവരാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് പൊതുസമൂഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുള്ള പേജുകളിലും നിങ്ങളുടെ ഫ്ലോറുകളിലുമൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്.
വർഗീയതയിലും വിഭാഗീയതയിലും വിദ്വേഷത്തിലും ഒരു നാട് എരിഞ്ഞടങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴുക്കോല് ഊരിക്കൊണ്ടു പോകാൻ ഈ അമേരിക്കൻ ഭീകര കുത്തക കമ്പനികൾ കേരളത്തിലെത്തി വലവിരിച്ചിട്ടുണ്ട്. അവരുടെ വ്യത്യസ്തമായ രീതിയിലുണ്ട്. അവരുടെ ഇഫ്താറുകളുണ്ട്, അവരുടെ തറാവീഹ് നമസ്കാരങ്ങളുണ്ട്, അവരുടെ ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട്, അവരുടെ നന്മമരം കൂട്ടായ്മയുണ്ട്. ഇതെല്ലാം ഈ ബാക്കിയുള്ള മലയാളികളുടെ കിഡ്നി അടിച്ചുകൊണ്ട് പോകാനാണ് എന്ന ചിന്ത വിവരവും തിരിച്ചറിവുമുള്ള മലയാളിക്ക് ഉണ്ടാകണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു.